നമ്മുടെ രാജ്യം ഒരു പരമാധികാര രാഷ്ട്രമാണ്. അത് സോവറിൻ പവറുള്ള ഒരു രാഷ്ട്രമാണ്. എന്താണ് ഈ പരമാധികാര രാഷ്ട്രം എന്ന് പറഞ്ഞാൽ? അതായത് ഒരു രാജ്യത്തിന്റെ ഇന്റേണലും എക്സ്റ്റേണലും അകത്തും പുറത്തും അത് സ്വതന്ത്രമായിരിക്കണം. സ്വന്തമായ നിയമം ഉണ്ടാക്കാനും അത് തള്ളിക്കളയാനൊക്കെ അധികാരം മുഴുവൻ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഉണ്ടായിരിക്കണം. ഒരു നിശ്ചിത ഭൂപ്രദേശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിർത്തി ഉണ്ടായിരിക്കണം. അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ കുഴപ്പമില്ല, ഒരു അതിർത്തി ഉണ്ടായിരിക്കണം. ആ രാജ്യത്ത് സ്ഥിരമായ നിശ്ചിതമായ കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കണം. അവർക്ക് വ്യക്തമായ അവകാശങ്ങളും കടമകളും വ്യക്തമാക്കിയിരിക്കണം. അതിനൊരു ഭരണഘടന ഉണ്ടായിരിക്കണം. ആ രാജ്യത്ത് നിയമനിർമ്മാണവും ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതായിരിക്കണം. വിദേശ രാജ്യങ്ങളുമായി അവർക്ക് വ്യാപാര ബന്ധമുണ്ടാക്കാം, കരാറുണ്ടാക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സ്വതന്ത്രമായി തീരുമാനമെടുക്കാം, നയം വ്യക്തമാക്കാം, ഒക്കെ അവർക്ക് ചെയ്യാം. സ്വന്തമായ സൈന്യം ഉണ്ടായിരിക്കണം. ആ സൈന്യം മറ്റു രാജ്യത്തിന്റെ കൺട്രോളിൽ, നിയന്ത്രണത്തിലാകരുത്. അതുപോലെ തന്നെ വിദേശ രാഷ്ട്രങ്ങൾ, മറ്റു രാജ്യങ്ങളൊക്കെ ആ രാജ്യത്തെ അംഗീകരിക്കണം, ഒരു രാജ്യമായിട്ട് അംഗീകരിക്കണം. എന്നാൽ അവർക്ക് ഐക്യരാഷ്ട്രസഭയിലോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളിലോ അംഗത്വം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിനിമം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തെ പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിക്കൂ. ഇന്ത്യ പരമാധികാര രാഷ്ട്രമാണ്. ഇന്ത്യക്ക് സ്വന്തമായ ഭരണഘടനയുണ്ട്, സ്വന്തമായ ഭൂപ്രദേശമുണ്ട്, സ്വന്തമായിട്ട് ജനങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്ത്യക്ക് സ്വതന്ത്രമായ ഒരു അഭിപ്രായമുണ്ട്. വിദേശ നയമൊക്കെ ഉണ്ട്. നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരമാധികാര രാഷ്ട്രത്തിന്റെ അർത്ഥം ഇതാണ്. പരമാധികാരം ഉദ്ദേശിക്കുന്നത് മുഴുവൻ അധികാരങ്ങളും ആ ഭരണകൂടത്തിന് ഉണ്ടായിരിക്കണം. ആ രാജ്യത്തിന് പൂർണ്ണ അധികാരമാണ്.